ഇപ്പോൾ പേഴ്സണലി ഞാൻ കേട്ടിട്ടുള്ള പല കേസസും ഹോസ്പിറ്റലിൽ വന്നിട്ട് ആളാരാണെന്ന് അറിയില്ല, ട്രീറ്റ് ചെയ്യാൻ പൈസയില്ല, അങ്ങനെയുള്ള പല കണ്ടീഷൻസും ആൾക്കാർ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. പക്ഷേ അത്തരം സിറ്റുവേഷനിൽ എന്തൊക്കെയാണ് ചെയ്യാൻ സാധിക്കുക ആസ് എ പേഴ്സൺ? ഹോസ്പിറ്റലിൽ അപ്പോൾ കുറേ പൈസയായി എന്ന് കരുതിക്കോ, ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ അവർ റിഡ്യൂസ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഓക്കെ, സോഷ്യൽ കമ്മിറ്റി അവിടെയുണ്ട്, അവരത് റിഡ്യൂസ് ചെയ്ത് കൊടുക്കാറുണ്ട് ഫ്രം ഷെയ്ക്ക്. ദെൻ കൗണ്ടിങ് കോൺസുലേറ്റിൽ അറിയിക്കാറുണ്ട്, അവർക്ക് അവിടെ നിന്നും സഹായം വരുന്നുണ്ട്. വിത്ത് ലീഗൽ പേർപ്പസ് കൊടുത്തു കഴിയുമ്പോൾ സഹായം വരുന്നുണ്ട്, ചെയ്തു കൊടുക്കുന്നുണ്ട്. ദെൻ കൗൺസിലേറ്റിൽ നിന്ന് ആൾക്കാരോട് ഹോസ്പിറ്റലിൽ വരുന്നുണ്ട്, ഹോസ്പിറ്റൽ വിസിറ്റ് ഉണ്ട്, ഓരോരുത്തരുടെയും പ്രോബ്ലംസ് പഠിക്കുന്നുണ്ട്, അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനൊരു മീഡിയേഷൻ എന്നുള്ള രീതിയിൽ, ഒരു മീഡിയേറ്റർ എന്നുള്ള രീതിയിലാണ് പ്രവർത്തിക്കേണ്ടി വരിക. പലപ്പോഴും അനദർ തിങ്, ബോഡി നാട്ടിലയക്കാൻ പൈസ ഇല്ലാത്തവർക്ക് കൗൺസിലേറ്റിൽ നിന്ന് ബോഡി അയക്കുന്നുണ്ട് നാട്ടിൽ. അഡ്രസ്സ് ചെയ്യാൻ ആളില്ല എന്നുള്ളതാണ് പല കേസസും ഇങ്ങനെ അറിയാതെ പോണത്. അത് ആരെങ്കിലും ഒരാൾ ഏറ്റെടുത്തൊന്ന് എത്തിക്കേണ്ടടുത്ത് എത്തിക്കുക എന്നുള്ള ആ ഒരു മീഡിയേറ്റർ പണിയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കൂടുതൽ ഇവിടെ ചെയ്യാനായിട്ട് നമുക്ക് സ്കോപ്പ് ഉള്ളത്. സാമൂഹ്യ പ്രവർത്തകരെ കിട്ടുമ്പോൾ ഇവർക്കുള്ള സൗകര്യം പറഞ്ഞെങ്കിൽ നമ്മൾ ഓടണമെന്നില്ല, ആ പഴയ കൾച്ചറിന്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് അവർക്ക് നമ്മളിങ്ങനെ ഇൻട്രൊഡ്യൂസ് കൊടുത്താൽ മതി, എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ട സ്റ്റെപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവരുടെ ലൈഫ് ഗെറ്റിംഗ് ഈസി. അതിപ്പോ ഈ ഡെഡ് ബോഡി കേസിലൊക്കെ നമ്മൾ ഇമെയിലൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്, എന്താ 1 2 3 സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടത്. അത് ഒരുപാട് ടൈം സേവ് ചെയ്യുക. അതാണ് ഈ പറഞ്ഞിട്ട് 1 വീക്ക് ഒക്കെ ആകുന്ന കേസ് 2 ഡേയ്സിൽ നമുക്ക് ആൾക്കാർക്ക് അറിയില്ല. ഒരു മരണം സംഭവിച്ചാൽ ആണ് വിളിക്കുമ്പോഴാണ് അവർക്ക്. പക്ഷെ അതും ഇങ്ങനെ അറിയുന്നവരുണ്ട് എന്നുള്ള അറ്റ്ലീസ്റ്റ് നമ്മൾ കുറച്ച് സമൂഹത്തിൽ ഇറങ്ങിയാലേ കോൺടാക്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ അറിയില്ല. ഉമാജി, you have taken a lot of bodies back to India. It's a very sad state when you meet the people who have lost their dear and near ones. സോ അതിൽ ഒരു എന്തെങ്കിലും ഒരു ചേഞ്ച് കൊണ്ടുവരാൻ, അതായത് അവർക്ക് അതിന് ഒരു പ്രോപ്പറായിട്ടുള്ള ചാനൽ, അത് എത്ര ആൾക്കാർക്ക് സഹായിക്കാൻ സാധിക്കും? ലൈക്ക് ഹൗ ക്യാൻ എ പേഴ്സൺ ഹെൽപ്പ് ഇഫ് ഹി നോസ് സംബഡി ഈസ് ഡെഡ് ആൻഡ് ഹി നീഡ്സ് ടു ടേക്ക് ദ ബോഡി ബാക്ക് ഹോം? Yeah, if he's known the procedure, then everything is done free. Only the thing they should know the procedure. Many of them here, even the educated people also, they know. If you download from the consulate, you will know. And you go to any police station. Suppose it's Bardubai area, Bardubai police, Rafa. We have different localities, Rashidia. If you go to the police station, one specific police officer is sitting there to do only this work. Okay. So the people immediately, once they come to know this person has died in this area, he should go to the nearest police station, give this passport copy and tell them, so that the passport of the police officer calls the forensic. If it's a natural death, maybe within hours you can, local cremation also is done within 18 hours, 16 hours, or within 24 hours you can take them back home. That case is all. But case wise, now illegals not more than 3 months, they are not allowed to bury here because of the space restrictions, because too many here now. There are a lot of things, the changes are there even for the death cases also from the government. സാൻഫോർട്ടി ടോക്കിൽ ചെറിയൊരു ഇടവേളയ്ക്കുള്ള സമയമാണ്. വിൽ ബി ബാക്ക് വിത്ത് യു ഇൻ എ ഷോർട്ട് വൈൽ. നിങ്ങളോടൊപ്പം ക്രിസ്. ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുമ്പോൾ ചില നമുക്ക് കേസസ് എന്ന് പറയാൻ തന്നെ എനിക്ക് വിഷമമുണ്ട്. ചില ആൾക്കാരുടെ പ്രശ്നങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്നും മായാതെ നിൽക്കാറുണ്ട്. ഒരിക്കലും അത് മറക്കാൻ പറ്റാത്ത ഇൻസിഡൻസ് ആവാറുണ്ട്. താങ്കളുടെ ജീവിതത്തിൽ അങ്ങനെ നടന്നിട്ടുള്ള സംഭവങ്ങൾ? പല കേസുകളുണ്ട്. പ്രധാനമായിട്ട് എനിക്ക് സന്തോഷം നൽകിയ കേസാണ് ഞാൻ പറയാൻ തോന്നിയിട്ടുള്ളത്. അതിശയമായിട്ട് ഒരു ഗേൾ ഫ്രണ്ടിൻ്റെ കൂടെ നടന്നുപോയി എന്ന ഒരൊറ്റ കാരണം കൊണ്ട് ആ ഗേൾ ഫ്രണ്ട് മരിക്കുകയും അത് കൊലപാതകമായിരുന്നു. ആ ലാസ്റ്റ് നിമിഷത്തിൽ കണ്ടത് ഇവൻ്റെ കൂടെ ആയിരുന്നു എന്ന കാരണം കൊണ്ട് എൻ്റെ കമ്പനിയിൽ തന്നെ ജോലി ചെയ്യുന്ന ഒരു ഒറീസ കൽക്കത്ത സ്വദേശി ഒരാൾ, കൽക്കത്ത, ഇയാളെ 15 വർഷത്തേക്ക് ജയിൽ വിധിച്ചു. പക്ഷെ പിന്നെ അത് പേഴ്സണൽ എഫേർട്ടും പിന്നെ അഡ്വക്കേറ്റ് സൽമാൻ്റെ ഒരു സപ്പോർട്ടും കൂടി എടുത്ത് ഞാനത് റീ ഓപ്പൺ ചെയ്ത് 15 മാസം കൊണ്ട് നമുക്ക് ആ പയ്യനെ ഇവിടുന്ന് നാട്ടിലേക്ക് കയറ്റി. അത് വിത്ത് നോ ബാൻ ഈവൻ, ബട്ട് ഹി വാസ് നോട്ട് റെഡി ടു കം ബാക്ക്. വിത്ത് നോ ബാൻ ഈവൻ നമുക്ക് അവരെ ക്യാൻസൽ ചെയ്ത് കയറുകയാണ്. അവൻ എയർപോർട്ടിനകത്ത് പോയിട്ട് കണ്ടപ്പോൾ അത് ഞാനിപ്പോഴും എനിക്ക് ഷിവറിങ് ഞാൻ ഫീൽ ചെയ്യാം. അവൻ എന്നെ പിടിച്ചിട്ട് ചോദിച്ചു, ഇസ് ഇറ്റ് ട്രൂ ഐ എം ലീവിങ്? അതൊരു വല്ലാത്ത ആ ഒരു അനുഭവം എനിക്ക് ഇപ്പോഴും ഹിസ് ഗെറ്റിംഗ് കോണ്ടാക്ട് എവരി ടൈം. ഒരു ഈദിന് അല്ലെങ്കിൽ മറ്റേ മെയിനായിട്ട് ഈദ് അവനറിയാം, കാരണം അവൻ ഹിസ് ഇൻ ഹിന്ദു. പക്ഷേ ഈദ് എന്ന് പറയുമ്പോൾ അറിയാം. അപ്പോൾ എന്നെ വിളിച്ചിട്ട് വിഷ് ചെയ്യും. അപ്പോൾ അതൊരു വല്ലാത്ത ഇപ്പോഴും എനിക്ക് ഞാൻ അധികം ഫീൽ ചെയ്യണം. കാരണം അവൻ ഈ വാസ് 15 വർഷത്തേക്കായിരുന്നു അവൻ കൊടുത്തിട്ടുള്ള ജയിലിൽ. 15 മാസം കൊണ്ട് നമുക്ക് അവനോട് കയറ്റി വിടാൻ പറ്റി. വേറൊരു കേസ്, നമ്മൾ ഒരു ലോക്കൽ കോയിൻസിഡൻസിൽ ഒരു ഇലക്ട്രിക് ഷോക്കിൽ ഒരു ലോക്കൽ മരിച്ച കേസിന് ആ ലോക്കലിൻ്റെ അടുത്ത് നിന്ന് എനിക്ക് ഒരാളെ റിലീസ് ചെയ്യാൻ പറ്റിയത്. ഇങ്ങനെ 2 കേസാണ് എൻ്റെ ഹൈലൈറ്റ് ആയിട്ട് എൻ്റെ മനസ്സിൽ കിടക്കുന്നത്. ഷാർജയിലൊരു ഫാമിലി
ഫൈനാൻഷ്യൽ ക്രൈസിസ് ആയിട്ട് ഹസ്ബൻഡ് ജയിലിൽ. ഹി വാസ് എ ഗുഡ് ബിസിനസ് മാൻ. ജയിലിലായിരുന്നു. സോ ഫാമിലിക്ക് ഒരു വിധത്തിലും അവിടെ ജീവിക്കാൻ പറ്റുന്നില്ല, റെൻറ്റ് കൊടുക്കാൻ പറ്റുന്നില്ല. അവരവിടുന്ന് മാറി താമസിക്കേണ്ടി വന്നു. മാറി താമസിച്ചു. അങ്ങനെ ഞങ്ങൾ പലരും അവിടെ പോയി. അവരുടെ ജീവിതം കണ്ടാൽ നമുക്ക് കാര്യം വളരെ നല്ല രീതിയിൽ ജീവിച്ചവർ ഒന്നുമില്ലാത്ത അവസ്ഥയിലായി. അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. അങ്ങനെയാണ് ഞങ്ങൾ അവിടെ ചെന്നത്. അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയും ചെയ്തു കൊടുത്തു. ஃபேமிலியை நாட்டு விடாம பற்றி மேம் அந்த மாதிரி ஏதாவது நிறைய உண்டு அந்த மாதிரி கேஸ். நான் இப்போ ரீசெண்ட் சொல்லட்டுமா கொஞ்சம் முன்னாடி சொல்லட்டுமா? let's say early one. The early one last week was July 9th 10th ஒரு லேடி வந்து ஏர்போர்ட்டில் இண்டிகோ ஹைதராபாத், she's a maid. ஏர்போர்ட்டில் வந்து just she was about to take off because of the breathing problem. She was brought to hospital. Okay. ஹாஸ்பிட்டலுக்கு கொண்டு வந்ததுமே அவங்க வந்து ஃபஸ்ட்டு ப்ராங்கைட்டிஸ்ன்னு நினச்சிட்டாங்க துபாய் ஹாஸ்பிட்டலில். அப்புறம் அதை செக் பண்ணிவிட்டு பார்த்தாக்கா லங்ஸ் ரெண்டும் ஃபெயிலியர். அப்புறம் பிகாஸ் ஆஃப் பிரெஸ்ட் கேன்சர் அவன் வந்து போயிட்டு இட் வாஸ் வெரி டஃப் அண்ட் ஷி சர்வைவ்ட் ஆல்மோஸ்ட் ஆகஸ்ட் 8th தான் அந்த அம்மா போனாங்க. உடனே அம்மா 1 மாதம் ஆகும் 2 மாதம் ஆகும்னு நினச்சிட்டு இருந்தாங்க. உடனே பாடி கொண்டு போய் அந்த பாடியை கொண்டு போய் ஹேண்ட் ஓவர் பண்ணச்சே கூட அவங்க அதுக்கு கூட தேங்க்ஸ் சொல்கிறாங்க. அதுதான் எனக்கு ரொம்ப கஷ்டமாக இருக்குது. ஒரு பாடியை கொண்டு போய் கொடுக்கறது. இப்போ நம்ம வெறுமை ஏதான ஒன்று எடுத்தால் கூட தேங்க்யூ சாரி சொல்கிறதுக்கு நமக்கு so called well qualified people will not they forget to do so. They forget to do and these people அதே மாதிரி நிறைய கேஸ். ஒரு மென்டலி வந்து ஒரு ஹீட் ஸ்ட்ரோக்கில் ஒரு ஆளுக்கு வந்து நார்மலி ஹீட் ஸ்ட்ரோக் மீன்ஸ் யூ ஹாவ் என்ன ஆகும் வந்து நோசியாக இருக்கும், நமக்கு டீஹைட்ரேட் ஆகும். அவருக்கு வந்து என்னக்கா மைண்டில் ஸ்ட்ரோக் அடிச்சுட்டு he lost his இது பேச்சே நிறுத்திட்டாரு. and he got mad also. Psychologically he was it. After 3 months அவர் வந்து what has happened is he started after the treatment in the hospital ட்ரீட்மெண்ட் கொடுத்த கடைசியில் அவர் என்ன கையில் லாலாராம் அந்த டேட்டோ எவ்ரிபடி ஆல் த ஏஷியன்ஸ் லுக் சேம். ஏன் அந்த டேட்டோவை பார்த்துட்டு இந்தியாவில் எல்லா இடத்துலேருந்தும் பேப்பரில் போட்டப்பறம் சிக்கர்லேருந்து ஒரு வில்லேஜ்லேருந்து ஒரு ஜேர்னலிஸ்ட் ஃபோன் பண்ணார். ஈவன் தேர் ஐ லேர்ன்ட் சம்திங். ஓகே, I was wondering why the journalist was calling me, why not the family? You know what journalist told? They do not have that 10 rupees also to call. Okay. And then I took him back home, and the miracle is what, whenever he used to see me in the hospital, he used to jump. When I took him back home, when he saw his family, he's literally started weeping. See, so he's getting, it's a heal, you know, miracles do happen. Each and every case, you know what, we think we are strong, not that we are not strong. But when we look back, we have everything, but still we are greedy for something. The people who do not have, you know, simple, what I told you, to give a hand over the human remain, they thank us. And to a cup of tea, we don't have time to thank. റീസെൻ്റ്ലി ഒരു മദ്രാസിലുള്ള ഒരു ധനലക്ഷ്മി എന്ന് പറഞ്ഞു ഇവിടെ വന്നിട്ട് അവർ ഡാൻസർ എന്തായിരുന്നു തോന്നുന്നു ക്ലബിൽ. പിന്നെ ഒരു ബംഗാളി കല്യാണം കഴിച്ചു. 12 വയസ്സിന് താഴെയുള്ള 4 കുട്ടികൾ. 3 years ആയിട്ട് അയാളൊരു കേസിൽ പെട്ട് ഇവിടുന്ന് ഡിപ്പോർട്ടായി. തിരിച്ച് ബംഗാളിൽ പോയിട്ട് ഇവരുമായിട്ട് ഒരു ടച്ചുമില്ല. 3 years ആയിട്ട് ഇവരിവിടെ ഡേറ ഭാഗത്ത് ഒരു വില്ലയിൽ താമസിക്കുകയും പിന്നെ അവിടെ ആ ഭാഗത്തുള്ള അറബി വീടുകളിലൊക്കെ പോയി ഭിക്ഷാടനം നടത്തിയിട്ടാണ് കുട്ടികൾക്കുള്ള ഫുഡ്, ക്ലോത്ത് അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അവർ പിടിക്കപ്പെട്ട് ജയിലിൽ വന്നപ്പോഴാണ് ഞാൻ പരിചയപ്പെടാനായിട്ട് അവിടെ ചെന്നു. അപ്പോൾ ഈ 4 കുട്ടികളും വന്ന സമയമായതുകൊണ്ട് അവർ മദറിൻ്റെ കൂടെ തന്നെ ലേഡീസ് ജയിലിലായിരുന്നു. അപ്പോൾ അവരുടെ കേസ് എന്ന് പറഞ്ഞാൽ ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് ഒരു ഡോക്യുമെൻറ്റും പ്രോസസ് ചെയ്തിട്ടില്ല. കുട്ടികളുടെ നാഷണാലിറ്റി പ്രൂവ് ചെയ്യാനായിട്ട് ഒന്നും തന്നെ ഉണ്ടായില്ല. അപ്പോൾ അവരുടെ ശരിക്കും നമ്മൾ എത്ര ടൈം എടുക്കും നമുക്ക് പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ പുള്ളിക്കാരിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു പാസ്പോർട്ട് കോപ്പി ഉണ്ടായിരുന്നു. അപ്പോൾ ഡ്രസ്സ് പോലും ഇല്ല. അവർ എത്രയോ ആഴ്ചകളായിട്ട് ജയിലിൽ വന്നിട്ട് ആ ഇട്ട ഡ്രസ്സിലായിരുന്നു. എന്നിട്ട് പിന്നെ ഞാൻ അവർ താമസിക്കുന്ന സ്ഥലം പറഞ്ഞു തന്നു. അവിടെ ഉള്ള വേറെ ഒരു ലേഡിയുടെ നമ്പർ വന്നു. അവിടെ പോയി പേഴ്സണലി അവരവിടെ ചെന്ന് അവരെ ക്ലോത്ത്സ് ഒക്കെ കളക്ട് ചെയ്തു ജയിലിൽ കൊണ്ട് അവർക്ക് ഡെപ്പോസിറ്റ് ചെയ്ത് കൊടുത്തു. കാരണം ഇവരുടെ ടൈം നമുക്കറിയില്ല. അപ്പോൾ പുറത്തുനിന്ന് ചെന്ന് നമുക്ക് കൊടുക്കാൻ പറ്റും അവർക്ക്. അങ്ങനെ അതൊക്കെ ചെയ്തു കൊടുത്തു. അപ്പോൾ നമുക്ക് ടൈം എത്ര എന്നുള്ളത് അറിയായിരുന്നു. അപ്പോൾ അവരും കുറച്ച് കഴിഞ്ഞപ്പോൾ ജയിൽ അതോറിറ്റീസും പറയാൻ തുടങ്ങി, നിങ്ങൾക്ക് പോകാമല്ലോ, കുട്ടികളെ ഞങ്ങളിവിടെ ജുവനൈലിൽ വെക്കാം, നിങ്ങൾക്ക് ഡോക്യുമെൻ്റ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് പോകാം. അപ്പോൾ അതൊക്കെ വന്നപ്പോൾ അവരും ഭയങ്കര വറീഡായി. കുട്ടികളും ചെറിയ മക്കളല്ലേ എല്ലാവരും. അങ്ങനെ പക്ഷേ എന്തോ ഉണ്ടായാലും നമുക്ക് കൗൺസിലേറ്റിൽ നിന്ന് വളരെ വേഗത്തിൽ തന്നെ സ്പെഷ്യൽ കേസായിട്ട് കൺസിഡർ ചെയ്ത് ഇവർക്കുള്ള ഡോക്യുമെൻറ്റ്സ് വേഗം റെഡിയാക്കി പ്രതീക്ഷിക്കാനാണ് പെട്ടെന്ന് ഇവരെ പേപ്പർ വർക്ക് റെഡിയാക്കി 4 ആളും കുട്ടികളും മദറും കൂടി എല്ലാം കൂടി ഇവിടുന്ന് കയറ്റി വിടാൻ സാധിച്ചു. അത് വളരെയധികം നമുക്ക് സന്തോഷം തോന്നിയ ഒരു കേസ് അതാണ്. കാരണം ഒരു കാര്യം നമുക്ക് ചെയ്ത് അവർ അറ്റ്ലീസ്റ്റ് അവർക്ക് നാട്ടിലെത്തിയ അവരെ ഫാമിലി എല്ലാം ഉണ്ട്, അവർ വെയിറ്റിംഗ് ആയിരുന്നു. ഇപ്പോൾ ഈ പൈസയുടെ കാര്യത്തിൽ തന്നെ പല ആൾക്കാരും ഇപ്പോൾ നാട്ടിൽ സുനാമിയുടെ പൈസ പോലും ആൾക്കാരെ മുട്ടിച്ചു എന്ന് കേൾക്കുമ്പോൾ വിശ്വസിക്കാനാവാത്ത തരത്തിലാണ് സംഭവങ്ങൾ നടക്കുന്നത്. നമ്മളൊരാളെ അപ്രോച്ച് ചെയ്താൽ ഞാനായിട്ട് കളക്ട് ചെയ്യത്തില്ല,
ഒന്നുകിൽ അക്കൗണ്ട് നമ്പർ അവർക്ക് കൊടുക്കും, അല്ലെങ്കിൽ നമ്മൾ അക്കൗണ്ട് നമ്പർ അയച്ചിട്ട് അതിൻ്റെ എവിഡൻസ് അവരെ ഏൽപ്പിക്കും. സോ വി ആർ ഇൻ സേഫ് സൈഡ്. റൈറ്റ്. എന്തായാലും വ്യക്തികൾക്ക് പലതും ചെയ്യാൻ സാധിക്കും. സമൂഹത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ ഇവരാൽ സാധിക്കുമെങ്കിൽ നിങ്ങളെ കൊണ്ടും സാധിക്കും എന്നൊരു തീർച്ചയുണ്ട്. സാൻഫോർഡ് ടീ ടോക്കിൽ ഈ വിഷയം എത്ര സംസാരിച്ചാലും തീരാത്തൊരു വിഷയമാണ്. എന്നാലും ഒരു പര്യവസാനം എന്ന രീതിയിൽ പറയാനുള്ളത് ഒരു കാര്യം മാത്രമാണ്: സമൂഹത്തിൽ മാറ്റം വരുത്തത് നിങ്ങൾ ഒരാൾ മാത്രമാണ്. സാൻഫോർഡ് ടീ ടോക്കിൽ ഞാൻ നിങ്ങളോടൊപ്പം ക്രിസ്. താങ്ക് യു.